latent heat of fusion. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്നാ ഫ്യൂഷൻ? ഫ്യൂസ് ആയിപ്പോ അല്ലെ? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? ആക്ച്വലി ഇത് ഉരുകുക എന്ന് നമ്മൾ പറയല്ലേ, മെൽറ്റ് അല്ലേ, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. അതായത് ഒരു സോളിഡ് ഒബ്ജക്റ്റ് നമുക്കുണ്ട്. ആ സോളിഡ് ഒബ്ജക്റ്റ് ഒരു ലിക്വിഡ് ഫേസിലേക്ക് മാറുന്നതിനുള്ള ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, L(F). സോ ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞു തരട്ടെ, എഴുതിയെടുക്കാവോ? ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ amount of heat required. The amount of heat required to convert unit mass of substance. ഏത് ഫേസിൽ നിന്ന് ഏത് ഫേസിലേക്കാ? ഫ്രം കാർത്തി, ഫ്രം സോളിഡ് ഫേസ് ടു ലിക്വിഡ് ഫേസ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു സോളിഡ് ലിക്വിഡായി മാറുന്ന ഇതിനെയാണ് നമ്മൾ ആ വസ്തുവിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പം മെൽറ്റിംഗ് പോയിന്റ് എന്നാ ഡിഫൈൻ ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഇതാകട്ടെ, എഴുതണ്ടേ? മെൽറ്റിംഗ് പോയിന്റും ഉണ്ട്, ഇനി തിളയ്ക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. സോ എമൗണ്ട് ഓഫ് ഹീറ്റ്, അപ്പം നമുക്ക് അതിനെ വേണമെങ്കിൽ LF ഈസ് ഈക്വൽ ടു Q ബൈ മാസ് അല്ലേ, മാസ്. അപ്പം ക്യൂവിൻ്റെ യൂണിറ്റ് ബൈ മാസ് എന്ന് വരും. ടോട്ടൽ മാസ് കൊണ്ട് ഹരിക്കണം യൂണിറ്റ് മാസ് കിട്ടാൻ. അപ്പം ജൂൾ ഡിവൈഡഡ് ബൈ കിലോഗ്രാം. സോ ഇറ്റ്സ് SI യൂണിറ്റ് ഈസ്, SI യൂണിറ്റ് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ടേബിൾ ആയിട്ട്. ഇടതുവശത്ത് ഹീറ്റ് കപ്പാസിറ്റി തരും, ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി തരും, ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി ഫ്യൂഷൻ തരും, അങ്ങനെ പലതും തന്നിട്ട് അതിൻ്റെ SI യൂണിറ്റ്. അപ്പം SI യൂണിറ്റ് ഏതായിരിക്കും? SI യൂണിറ്റ് ഏതാ? ഈ SI യൂണിറ്റ് എങ്ങനെയാണ് എഴുതുന്നത്? ജൂൾ കിലോഗ്രാം റേസ് ടു മൈനസ് കിലോഗ്രാം റേസ് ടു -1. അവിടെ നമ്മൾ ഒരെണ്ണോടെ പഠിക്കും ചില കാര്യങ്ങളിൽ. ഇപ്പം സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഐസ് ഉരുകാനുള്ള ഇത്, അങ്ങനെ പല ഇത് ചോദിച്ചാൽ വാട്ടറിൻ്റെ ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി ഒന്ന് പഠിച്ചേക്കണം. അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് H2O ഓർ വാട്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.35 ഇൻറ്റു 10⁵ ജൂൾ പെർ കിലോഗ്രാം. നോക്കിക്കേ എത്രമാത്രം ഹീറ്റ് വേണം നോക്കിക്കേ. ഐസ് ഉരുകണമെങ്കിൽ 3.35 കഴിഞ്ഞ് 5 അപ്പം 335 കഴിഞ്ഞ് 3 അത്രയും ജൂൾ ഉണ്ടെങ്കിൽ 1 കിലോഗ്രാം വാട്ടർ ഐസായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ലിക്വിഡായി മാറുകയുള്ളൂ. അതല്ലേ അതിൻ്റെ അർത്ഥം? ലേറ്റന്റ് ഹീറ്റ് ഓർ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് H2O is equal to 3.35 ഇൻറ്റു 10⁵ ജൂൾ പെർ കിലോഗ്രാം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. എനിക്ക് തോന്നണം നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും. എഴുതുന്ന ലെറ്റർ എങ്ങനെയായിരിക്കും? LV. അറിയാവോ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് the amount of heat required to convert unit mass of substance from liquid phase to very good from liquid phase to gas phase. Gaseous. So gaseous phase. അതിനെ വിളിക്കുന്ന പേരെന്നായിരിക്കും?
ഇതിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിച്ചാൽ ഇവിടെ വിളിക്കുന്നതിനായിരിക്കും അതിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വിളിച്ചാല് വേപ്പറാകുക ഞാൻ വെള്ളം തിളക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അതിനെ നമ്മൾ എന്നാന്ന് വിളിക്കും? ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇതിന്റെയും SI യൂണിറ്റ് എന്നാ എത്ര തന്നെയായിരിക്കും? ഹീറ്റ് ഡിവൈഡഡ് ബൈ കിലോഗ്രാം ഓർ ജൂൾ കിലോഗ്രാം റൈസ് ടു മൈനസ്. ഇനി വാട്ടറിന്റെ കേസ്, അതായത് ഒരു വർഷം ചോദിച്ച ചോദ്യമാണ്, ബേൺസ് വിത്ത് സ്റ്റീം ആർ മച്ച് മോർ സിവിയർ ദാൻ ദാറ്റ് ഓഫ് ബോയിലിംഗ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ. ബേൺസ് എന്ന് പറഞ്ഞാൽ പൊള്ളല്. ബേൺസ് വിത്ത് സ്റ്റീം, നീരാവി കൊണ്ട് പൊള്ളുന്നത്, ആർ മച്ച് സിവിയർ ദാൻ ദാറ്റ് വിത്ത് ബോയിലിംഗ് വാട്ടർ ഓർ ഹോട്ട് വാട്ടർ. തിളച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ചൂടായ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഏൽക്കുന്ന പൊള്ളലിനേക്കാൾ കൂടുതലാണ് നീരാവിയിൽ നിന്ന് ഏൽക്കുന്ന പൊള്ളൽ. അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാര്യം ഇതാണ്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് 2.26 into 10⁻⁶ ജൂൾ കിലോഗ്രാം റൈസ് ടു -1. അപ്പം അത്രയും വലിയ ഹീറ്റ് എന്നതിനകത്തുണ്ട്, വേപ്പർ ആകുന്ന വേപ്പറൈസേഷനകത്ത് ഇത്രയും വലിയ ഹീറ്റ് ആയിരിക്കണം. എത്ര വലിയ ഹീറ്റ് എന്ന് നോക്കി, 2.2 into 10⁻⁶ ജൂൾ പെർ kilogram raised to -1. So the latent heat of vaporization is very large in the case of H2O, and due to that the burning of the steam is severe than that of boiling water. ഈ വാല്യൂ എഴുതിയോടെ ഇടുവാണെങ്കിൽ മുഴുവൻ മാർക്കും കിട്ടും. ചെറിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ അരിയൊക്കെ തിളച്ച് കഴിയുമ്പോൾ മുകളോട് വരുന്ന നീരാവിയില്ലേ, ആ നീരാവി കൊണ്ടുള്ള പൊള്ളിച്ച അകത്തേക്ക് തുളഞ്ഞു പൊള്ളും. കാരണം എന്നാണ്, 1 കിലോഗ്രാം വെള്ളത്തിനെ തിളപ്പിച്ച് നീരാവി ആക്കാൻ അവൻ നോക്കിയ 2.26 into 10⁻⁶, അത് എത്രയാകും? 226.40. അത്രയും ജൂൾ 1 കിലോഗ്രാമിന് എടുക്കുന്ന ഹീറ്റ് അവൻ വലിച്ചെടുത്തു. അത്രയും ഹീറ്റാണ് നീരാവിക്ക് കിട്ടണേ. അപ്പൊ അതിന്റെ പൊള്ളൽ എന്ന് പറയുന്നത് അത്രയും വലുതായിരിക്കും. ഇപ്പൊ മനസ്സിലായോ സംഭവം? വ്യക്തമായിട്ട് ആൻസർ എഴുതൂലോ? നോട്ട് ചെയ്യും. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാൻ തോന്നണം ഈ ഹെഡിങ്. ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് there are by 3 modes of heat transfer. ഏതൊക്കെയാ? ഹീറ്റ് എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യും? തുടങ്ങിത്തരാം, അപ്പൊ പറയും. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. കണ്ടക്ഷന്റെ ഒരു ഉദാഹരണം എന്നാണ്? നമ്മളിപ്പോ നമ്മളുടെ ഒരു മെറ്റൽ റോഡ് എടുത്ത്, അല്ലെ ഒരു കണ്ടക്ടർ എടുത്ത്, മെറ്റൽ, ഇതിന്റെ ഒരെൻഡില് നമ്മൾ കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്നാ പറ്റും? നമ്മൾ ഇവിടെയാ കൈ പിടിച്ചിരിക്കുന്നതെങ്കിൽ ഈ ഹീറ്റ് ഇവിടുന്ന് വന്നേച്ച് നമ്മുടെ കൈക്ക് ഇവിടെ ഒരു പൊള്ളൽ അനുഭവപ്പെടും, അല്ലേ? കുറെ നേരം ചൂടാക്കിയാലും. ഇനി ഈ കണ്ടക്ടറിന്റെ ലെങ്ത് L ആണെന്നിരിക്കട്ടെ, ഏരിയ A ആണെന്നിരിക്കട്ടെ, ഇവിടുത്തെ ടെമ്പറേച്ചർ T1,
ഇവിടുത്തെ ടെമ്പറേച്ചർ T2. ഓക്കെ, കുഴപ്പമൊന്നുമില്ലോ. ഇല്ല. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ കണ്ടക്ഷൻ എന്നാന്ന് പറയണം. കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള ഒരു പാർട്ടിക്കിൾ ചൂടായാൽ ആ പാർട്ടിക്കിൾ എന്നാ ചെയ്യും? ആ പാർട്ടിക്കിള് അതിന് കിട്ടിയ ചൂട് തൊട്ടടുത്തിരിക്കുന്ന പാർട്ടിക്കിളിലേക്ക് കൊടുക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഹീറ്റ് പോരുന്നത്. സോ ദ ഹീറ്റ് transferred from molecule to molecule. ഒരു മോളിക്കൂളിൽ നിന്ന് അടുത്ത മോളിക്കൂളിലോട്ട് കൊടുക്കും വിത്തൗട്ട് ദ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ. എന്നുവെച്ചാൽ മാറ്ററിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇല്ല. അത് ഞാൻ കൺവെക്ഷൻ എന്നാന്ന് ഇവിടെ എഴുതി കാണിക്കാം, അത് പറയുമ്പോൾ മനസ്സിലാവും. കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെള്ളം തിളയ്ക്കുന്ന കേസ്, അവിടെ എന്നാ പറ്റും? ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിരിക്കുകയാണ്, അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പം അടിയിൽ നിന്ന് ഹീറ്റായ പാർട്ടിക്കിൾ സഞ്ചരിച്ച് മുകളിലോട്ട് പോകും. അപ്പം മുകളിൽ നിന്ന് തണുത്ത പാർട്ടിക്കിൾ എന്നാ പറ്റും? താഴത്തേക്ക് വരും. താഴെ തണുത്ത പാർട്ടിക്കിൾ വീണ്ടും ചൂടായിട്ട് മുകളിലോട്ട് പോകും. അങ്ങനെ ഒരു സൈക്ലിക് റൊട്ടേഷൻ പറ്റും. അല്ലെങ്കിൽ ദ മാറ്റർ ഈസ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, the heat is moved from one point to another. It is flow from one point to another by the transfer of matter. That is the difference between conduction and convection. ഇപ്പം മനസ്സിലായില്ല എന്നാന്ന്? ഇവിടെ ഓരോന്നും ഇവിടെ ഇരിക്കുന്ന ആറ്റം ഇങ്ങ് ഓടുമല്ല. ഇവൻ ഹീറ്റ് ഇവന് കൊടുത്തു, ഇവന് കൊടുത്തു, അങ്ങ് കൊടുത്തു. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഒരു മോളിക്കൂൾ ഇരിക്കുവാണെങ്കിൽ അവൻ ആ ഹീറ്റ് കൊണ്ട് മുകളിലോട്ട് പോയി, അവിടെ ചൂട് കൊടുത്തു, അവൻ തണുത്ത് കഴിയുമ്പം തണുത്ത പാർട്ടിക്കിൾ താഴത്തേക്ക് വരും, ചൂടുള്ള പാർട്ടിക്കിൾ മുകളിലേക്ക് പോകും. ദാറ്റ് ഈസ് കൺവെക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി ഒരു റോഡ്, ഞാൻ പറഞ്ഞ പോലെ L ലെങ്ത് ഉള്ള ഒരു റോഡ്. ഇനി ഇതിനകത്തോടെ നമ്മൾ പറഞ്ഞില്ലേ ഹീറ്റ് ഒഴുകുമെന്ന്. സോ ദ ഹീറ്റ് ഫ്ലോ പെർ യൂണിറ്റ് ടൈം, വേണമെങ്കിൽ ഞാൻ അതിനെ H എന്ന് എഴുതി നോക്കാം. H ഈസ് ഈക്വൽ ടു ഹീറ്റ് ഡെൽറ്റ Q ബൈ ഡെൽറ്റ T. T എന്ന് പറയണ, T എന്ന് പറഞ്ഞാൽ ഈ T ടൈം ആകട്ടെ, യൂണിറ്റ് ടൈം. ഹീറ്റ് ഫ്ലോ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ Q ബൈ യൂണിറ്റ് ടൈം ഈസ് ഈക്വൽ ടു K ഇൻറ്റു A ഇൻറ്റു T1 മൈനസ് T2 ബൈ L. ഇക്വേഷൻ കണ്ടോ? പറഞ്ഞു തരാം. H is equal to delta Q by delta T is equal to K into A into T1 minus T2 by L, where K is called thermal conductivity of the material. Very, very important. എന്നുവെച്ചാൽ ഓരോ മെറ്റീരിയലിനും ഓരോ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ഇവിടെ ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഇതിനകത്ത് എങ്ങനെ എഴുതാം? K അല്ലേ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത്. യൂണിറ്റ് എടുക്കണമെങ്കിൽ K അവിടെ നിർത്തി കഴിഞ്ഞാൽ K ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ T ഇൻറ്റു A താഴെ വരും അല്ലേ, L മുകളിൽ പോവും,
പിന്നെ T1 മൈനസ് T2. അല്ലെങ്കിൽ ഇതിനെ ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ഹീറ്റ് ബൈ ടൈം അതെന്ന് പറയണത് പവർ അല്ലേ? പവറിന്റെ യൂണിറ്റ് വാട്ട് Water. ഇൻറ്റു ലെങ്ത് ബൈ ലെങ്ത് ഏരിയ L² ഉണ്ടെന്ന് വെക്കുക ഇൻറ്റു പിന്നെ എന്നാ പറ്റും T1 മൈനസ് T2 അതും താഴെ വരും അല്ലേ? T1 മൈനസ് T2 ശരിയല്ലേ? KL എടുക്കണം. അപ്പോൾ ഇതിങ്ങ് പോരിയല്ലേ ഏരിയ ഇൻറ്റു T1 മൈനസ് T2 താഴെ ഒരു ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് വരും. അപ്പം വാട്ട് L/L² എത്രയാ? L. താഴെ ഒരു മീറ്റർ. അപ്പം മീറ്റർ റേസ് ടു -1 T ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ. കെൽവിൻ റേസ് ടു -1. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർ വാട്ട് പെർ വാട്ട് WATT വാട്ട് പെർ മീറ്റർ കെൽവിൻ. കണ്ട യൂണിറ്റ് എഴുതിയത്? ഇനി ഞാൻ പറഞ്ഞു പല ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു ചോദ്യമാണ്, നേരത്തെ വന്ന ചോദ്യമാണ്, കുക്കിംഗ് പാത്രങ്ങളുടെ അടിയിൽ ഇപ്പൊ പുതിയ തരമായിട്ടുള്ള കുക്കിംഗ് പാത്രങ്ങളില്ലേ, കുക്കിംഗ് ചെയ്യുന്ന പാത്രത്തിന്റെ അടിവശത്ത് കോപ്പർ ബോട്ടം ഇൻ കുക്കിംഗ് വെസൽസ്. കാരണം എന്നായിരിക്കും? കാരണം ഇതാണ്, ഞാൻ പറഞ്ഞുതരാം. സിൽവർ, കോപ്പർ, അലുമിനിയം, സ്റ്റീല്, ഗ്ലാസ്, വുഡ്, കോൺക്രീറ്റ്, വാട്ടർ, എയർ. സിൽവറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി 406. അല്ല അതിൻ്റെ യൂണിറ്റ് ഒന്ന് തന്നെ വാട്ട് മീറ്റർ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. കോപ്പറിൻ്റെ 385, അലുമിനിയത്തിൻ്റെ 200, സ്റ്റീലിൻ്റെ 50, ഗ്ലാസിൻ്റെ 0.8, വുഡിൻ്റെ 0.12, കോൺക്രീറ്റിൻ്റെ 0.80, വാട്ടറിൻ്റെയും 0.80, എയറിൻ്റെ 0.024. ഇതിന് ഏതിനായിരിക്കും തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതൽ? Copper. അതുകൊണ്ടാണ് കോപ്പറിന്റെ ബോട്ടം കൊടുക്കുന്നത്. മനസ്സിലായോ? പെട്ടെന്ന് നമ്മളുടെ സാധനം ചൂടാകും. ഇനി പിടി എന്തുകൊണ്ടാണ് തടി കൊണ്ടുണ്ടാക്കുന്നത്? അങ്ങനെ ചോദ്യമുണ്ട്. ചൂട് കടന്നു. മെറ്റൽ സ്പൂൺസ് ആർ സംടൈംസ് പ്രൊവൈഡഡ് വിത്ത് വുഡൻ ഹാൻഡിൽ. മെറ്റലിന്റെ സ്പൂണിന് തടിയുടെ പിടി കൊടുക്കും. കാരണം എന്നാണ്? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് wood is very less, so the conductivity, due to conductivity, the heat transfer is very less. അപ്പം we can reduce the burning effect. മനസ്സിലായോ? ഒത്തിരി ചോദ്യം വരാം. സിൽവർ, കോപ്പർ, അലുമിനിയം, സ്റ്റീല്, ഗ്ലാസിന്റെ അവിടെ തന്നെ ഇത് ഓർത്താൽ മതി. ഗ്ലാസിന്റെ വാല്യൂ തന്നെയാണ് കോൺക്രീറ്റിനും വാട്ടറിനും 0.8 തന്നെ. ഇവിടെ തന്നെ ഒരുമിച്ച് അങ്ങ് എഴുതിയാലും മതിയായിരുന്നു. പിന്നെ വുഡിൻ്റെ അവിടെ ഒന്ന് ഓർത്താൽ മതി. വുഡ്, കോപ്പർ ഇങ്ങനെ സ്പെസിഫൈ ആയി ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചോദിക്കോട്ടെ. ഇതാണ് കണ്ടക്ഷനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളും പഠിക്കേണ്ട കാര്യങ്ങൾ. എക്സാമിന് വന്ന ചോദ്യമാകട്ടെ ഇത്. മെറ്റൽ സ്പൂൺസ് ആർ സംടൈംസ് പ്രൊവൈഡഡ് വിത്ത് വുഡൻ ഹാൻഡിൽ. വൈ? നെക്സ്റ്റ്, ഇത് ഡയറക്റ്റ്ലി നമ്മളോട് ഈ പറയുന്ന പോലെ എന്താണ് കൺവെക്ഷൻ എന്നൊന്നും ചോദിക്കില്ല. സോ ഇപ്പം സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് എന്നൊക്കെ കേട്ടില്ലേ? കടൽക്കാറ്റ്, കരക്കാറ്റ്. സീ ബ്രീസ്, ബ്രീസ് BREEZE, ലാൻഡ് ബ്രീസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഇറ്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആയിട്ട് എൻ്റെ ഉത്തരം എന്നാ പറയും? കൺവെക്ഷൻ ആണ് അല്ലേ? ഇപ്പം സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ കടൽക്കാറ്റ് അല്ലേ? കടൽക്കാറ്റ് എന്ന് പറയുമ്പം കടൽക്കാറ്റ് കടലിൽ നിന്ന് കരയിലോട്ടാണ് വീശണേ. അറിയാവോ?
സീ ബ്രീസ് എങ്ങോട്ടാണ്? ഇപ്പൊ സീ ബ്രീസ് എന്ന് പറഞ്ഞാല് പേര് വെച്ച് നോക്കിയാൽ മതി. സീ, കടലിൽ നിന്ന് ലാൻഡിലേക്ക്. അത് നടക്കുന്നത് പകലാണ്. അപ്പൊ നോക്കിയേ, പകൽ ഇവിടെ ഇങ്ങനെ കടൽ കിടക്കുക. ഇവിടെ അതിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് മണൽ അല്ലെങ്കിൽ നമ്മുടെ കര ഇങ്ങനെ നിൽക്കും, അല്ലേ? അപ്പോൾ സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ ഇതിലാദ്യം ചൂടാകുന്ന ഏതായിരിക്കും? അല്ല, എടോ, കടലിന് ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാന്നല്ലേ നമ്മൾ പറഞ്ഞേ. ഒത്തിരി നേരം വേണം ചൂടാവാൻ. അപ്പം പെട്ടെന്ന് ചൂടാകുന്ന ആരാണ്? കര. കര സഡൻലി ഹോട്ട് ആവണം, സഡൻലി ഹീറ്റഡ്. ഇവിടെ പെട്ടെന്ന് ഈ മണലിനോട് ചേർന്ന വായു ചൂടായ എന്നാ പറ്റും? ഇവിടുത്തെ എയർ അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്ന് മുകളിലോട്ട് പോകും. ഹോട്ട് എയർ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് വരും, അല്ലേ? അപ്പൊ കടലിൽ നിന്ന് കടൽക്കാറ്റ് കരയിലേക്ക് വീശും. പകല് കടൽ തീരത്ത് പോയിരുന്ന കടലിൽ നിന്ന് ഇങ്ങോട്ടാണ് കാറ്റ് വീശുന്നത്. അതാണ് സീ ബ്രീസ്. പകൽ സമയത്ത് കര കടലിനേക്കാൾ പെട്ടെന്ന് ചൂടാവുകയും കരയുടെ മുകളിലുള്ള വായു ചൂടായി ഡെൻസിറ്റി കുറഞ്ഞ് പെട്ടെന്ന് മുകളിലേക്ക് പോവുകയും ചെയ്യും. ഈ സമയത്ത് കടലിലെ ഡെൻസിറ്റി കൂടിയ തണുത്ത കാറ്റ് കരയിലേക്ക് വീശും. ഇതാണ് സീ ബ്രീസ്. അടുത്ത ഏതാണ്? ലാൻഡ് ബ്രീസ്. ലാൻഡ് ബ്രീസ് കരക്കാറ്റ്. അപ്പൊ കരയിൽ നിന്ന് വീശണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെ ഓർത്താൽ മതി. ഇത് നമ്മളുടെ കര, ഇതിനോട് ചേർന്ന് ഇപ്പറേ ഇങ്ങനെ കടൽ കിടക്കുവാണ്. വൈകുന്നേരം ആകുമ്പം മണലിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാല് പെട്ടെന്ന് തന്നെ തണുക്കും. മനസ്സിലായോ? ഇത് പെട്ടെന്ന് ഇത് കോൾഡ് ആവും. അപ്പൊ എന്നാ പറ്റും? ഇവിടെയാ ചൂട് കൂടുതൽ കേട്ടോ. കടലിലെ വെള്ളം പതുക്കിയേ തണുക്കുള്ളൂ. വെള്ളത്തിന് നമ്മൾ ഈ പറഞ്ഞ ലേറ്റന്റ് കപ്പാസിറ്റി ഓഫ് ഫ്യൂഷൻ അല്ല വേപ്പറൈസേഷൻ കൂടുതലായതുകൊണ്ട് ഇത് പതുക്കിയേ തണുക്കുള്ളൂ. അപ്പം ഇവിടെ കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ വായു, ചൂട് കൂടിയ വായു എങ്ങോട്ട് പോകും? ഉയർന്ന് മുകളിലോട്ട് പോകും. അപ്പൊ എന്നാ പറ്റും? ഇവിടെ വായു ഇല്ലാത്തതുകൊണ്ട് കരയിൽ നിന്ന് കരക്കാറ്റ്, ഈ കാറ്റ് കടലിലേക്ക് വീശും. അതാണ് ലാൻഡ് ബ്രീസ്. ദാറ്റ് ഈസ് മേജർലി ഇൻ ദ കേസ് ഓഫ് ഈവനിങ്. ഇത്തിരി സണ്ണി അല്ല ചൂടുള്ള മോർണിംഗ് അല്ലെങ്കിൽ നട്ടുച്ചയ്ക്കൊക്കെ സംഭവിക്കുന്നത് സീ ബ്രീസ്, ഈവനിങ്ങിൽ സംഭവിക്കുന്നത് ലാൻഡ് ബ്രീസ്. ഇത് എന്നാന്ന് എഴുതാൻ ചോദിക്കുന്നതിന്റെ കൂടെ ഇതിന്റെ ഫിസിക്സ് പ്രതിഭാസം ഏതാന്ന് ചോദിക്കുന്നത്. ഇതിന്റെ കാരണം എന്നാണ് ശരിക്കും? കൺവെക്ഷൻ. എന്താണ് കൺവെക്ഷൻ? ദ മൂവ്മെന്റ് ഓഫ് മാറ്റർ ഫ്രം വൺ പോയിന്റ് ടു അനദർ. അപ്പൊ ഇങ്ങനെ ചോദിക്കുമല്ലോ. കൺവെക്ഷൻ എന്നാന്ന് എഴുതാൻ ഡയറക്റ്റ് ചിലപ്പം ചോദിച്ചെന്ന് വരികയില്ല. ഈ രണ്ട് എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. പിന്നെയും തീർന്നിട്ടില്ല. ഇതായിരുന്നു ചോദ്യം. എക്സ്പ്ലെയിൻ ഹൗ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് ആൻഡ് which are occur. Then the human circulatory system, the cooling system of an automobile engine, room heat, etc. are example of forced convection. ഇത് നാച്ചുറൽ കൺവെക്ഷൻ അല്ലേ? നാച്ചുറൽ കൺവെക്ഷൻ അല്ലേ? പ്രകൃതിപരമായി നടക്കണം. ഇനി ഒരെണ്ണോടെയുണ്ട്, ഫോഴ്സ്ഡ്. നമുക്കറിയാം അല്ലേ? എനിക്കറിയാം, നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. നമ്മൾ പറയാല്ലേ എക്സോസ്റ്റ് പിടിപ്പിക്കുക എന്ന് പറയല്ലേ, എക്സോസ്റ്റ് ഫാൻ. നമ്മൾ ഇന്നാള് അക്ഷരയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന. അപ്പൊ എന്നാ പറ്റും? ഏറ്റവും മുകളിലുള്ള ചൂട് കൂടിയതിനെ എന്നാ ചെയ്യണം? പുറത്തോട്ട് തള്ളിക്കളയണം. അല്ലെങ്കിൽ മറ്റൊരു കേസ് പറഞ്ഞാൽ കൂളർ ഉണ്ടല്ലേ, കൂളറിനകത്ത് വെള്ളം ഒഴിച്ചേച്ച് ഡെൻസിറ്റി കൂടിയ തണുത്ത പാർട്ടിക്കിളിനെ റൂമിനകത്തോട്ട് അടിക്കുമ്പോൾ ചൂട് കൂടിയ പാർട്ടിക്കിൾ മുകളിലോട്ട് പോകും. ഇതെല്ലാം ഏതിന്റെ എക്സാമ്പിൾസ് ആണ്? കൺവെക്ഷന്റെ എക്സാമ്പിൾ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? റേഡിയേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അല്ല, അതാണ് അതിന്റെ ഡെഫിനിഷൻ. ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ആസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അടുത്ത പോയിന്റ്, ദ സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് കേട്ടോ, ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁸ m/s. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോ മീഡിയം ഈസ് റിക്വയർഡ്. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ ലൈറ്റ് വാക്വത്തിലൂടെയല്ലേ സൂര്യനിൽ നിന്ന് കടന്നു വരുന്നേ. അതൊരു റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. അതിന് മീഡിയം വേണോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, തെർമൽ റേഡിയോ, ഒരു ബോഡി നമുക്ക് ഈ റേഡിയേഷൻ തരുന്നത് എപ്പോഴായിരിക്കും? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോഡി ഇരിക്കുക. ഓക്കെ, കൺസിഡർ ചെയ്യുന്ന ബോഡി. ഈ ബോഡി എങ്ങനെയായിരിക്കും നമുക്ക് റേഡിയേഷൻ അല്ലെ ഹീറ്റ് തരുന്നത്? അതായത് ഏതെങ്കിലും ഒരു റേഡിയേഷൻ ഇതിലേക്ക് വീഴുന്നെന്ന് കരുതുക. ഓക്കെ, ഇതെന്നാന്ന് ചോദിച്ചാല്, ഇറ്റ് അബ്സോർബ് പാർഷ്യൽ റേഡിയേഷൻ. പകുതി റേഡിയേഷനെ അവൻ അബ്സോർബ് ചെയ്യും, പകുതിനെ അവൻ എന്നാ ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റഡ് ബാക്ക്. അങ്ങനെ വരുന്ന കൺസെപ്റ്റ് ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളതാണ്. എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി. കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അങ്ങനെ കേട്ടായിരുന്നു പഠിപ്പിച്ചപ്പം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പൊ ഒരു ബ്ലാക്ക് ബോഡി ബോഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ബ്ലാക്ക് കളറുള്ള ബോഡി which absorb and emit radiations better than other colors or better than lighter color. ഒത്തിരി ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഫസ്റ്റ് ചോദ്യം ഇതാണ്, വി പ്രിഫർ വൈറ്റ് കളേർഡ് ക്ലോത്ത് ഇൻ സമ്മർ. സമ്മറിൽ വൈറ്റ് കളർ ക്ലോത്ത് ആണ് ധരിക്കുന്നത്. സമ്മർ എന്ന് പറഞ്ഞാൽ ചൂടുകാലാണോ തണുപ്പുകാലാണോ? ചൂടുകാലം. ചൂടുകാലത്ത് ബ്ലാക്ക് ഇട്ടാൽ എന്നാ പറ്റും? ചൂട് കൂടുന്നല്ല, റേഡിയേഷണൽ എഫക്റ്റ് കൂടും. മനസ്സിലായോ? റേഡിയേഷൻ കൂടും. അതായത് നമ്മൾ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുവാണെങ്കിലോ, ഇറ്റ് അബ്സോർബ് ആൻഡ് എമിറ്റ് മോർ റേഡിയേഷൻസ്. അതുകൊണ്ടാകട്ടെ അങ്ങനെ തന്നെ ചോദ്യം എഴുതണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഇപ്പൊ പുതിയ കറുത്ത കുടകൾക്കകത്താണെങ്കിലും അകത്ത് മറ്റേ കണ്ടായിരുന്നു ഒരു സിൽവറിന്റെ പോലെ UV പ്രൊട്ടക്ടർ അടിച്ചേക്കുന്നേ. നമ്മള് പുതിയ കുടക്കകത്തേക്ക് ഒരു വൈറ്റ് ഇത് അടിച്ചിട്ടില്ലേ? റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ കുട കറുത്ത് നിർത്തി ഉണ്ടാക്കിയത്. ഈ എമിറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയത്. പക്ഷെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അകത്തൊരു ലെയർ വേണം, അല്ലെങ്കിൽ ഭയങ്കരമായ ചൂടായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെതായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, റേഡിയേഷനുമായി ബന്ധപ്പെട്ടത്. ചില കുക്കിംഗ് വെസല് അല്ലെങ്കിൽ സോളാർ ഹീറ്ററൊക്കെ ഇല്ലേ, സോളാർ ഹീറ്ററൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ അടിവശമൊക്കെ ബ്ലാക്ക് കളറായിരിക്കും. കാരണം എന്നാ? ടു അബ്സോർബ് മോർ റേഡിയേഷൻ. അല്ലെങ്കിൽ സോളാറിൻ്റെ ഇത് നിങ്ങൾ പെട്ടി പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടോ സ്കൂളിലോ മറ്റോ? ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒരു കറുത്ത ട്യൂബിനകത്ത് പാത്രം വെക്കുന്നത്.
കറുത്ത ട്യൂബ് വെക്കാൻ കാരണം എന്നാണ്? വിച്ച് അബ്സോർബ് മോർ റേഡിയേഷൻ. The bottom of some Kukil vessels are black and white because it absorb and emit radiation. പിന്നെ ഒരു ചോദ്യം അവിടെയുണ്ട്, തെർമോ ഫ്ലാസ്ക് അല്ലേ? തെർമോ ഫ്ലാസ്കിന്റെ പ്രത്യേകത എന്നാ? അകവും പുറവും സിൽവർ അടിച്ചേക്കുക, സിൽവേർഡ് ആൻഡ് പോളിഷ്ഡ്. അതിന്റെ ആവശ്യം എന്നായിരിക്കും? ഇതിപ്പോ സിൽവർ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫ്ലാസ്കിനകത്ത് ചൂട് പോകരുത് അല്ലേ? ഈ ചൂട് ഇവന് അബ്സോർവ് ചെയ്യല. സിൽവർ അടിച്ച ഇതേപ്പോ ഇടിച്ച് തിരിച്ചു പോരും, അതിവിടെ ഇടിച്ച് വീണ്ടും തിരിച്ചകത്തോട്ട് പോരും, വീണ്ടും അകത്തോട്ട് പോരും. ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെ ഒരു എയറിന്റെ ഇത് കൊടുക്കും. അപ്പൊ ഇതിനകത്ത് തന്നെ ഹോട്ട് റേഡിയേഷൻ കടന്നോളൂ. മനസ്സിലായോ? അപ്പൊ ചൂട് അല്ലെ റേഡിയേഷനെ പ്രിവെന്റ് ടു അവോയ്ഡ് റേഡിയേഷൻ, to avoid the loss of radiation, heat, avoid the loss of heat as radiation. അതാണ് തെർമൽ ഫ്ലാസ്കിന്റെ അകം ചെയ്യേണ്ടത്. മേജറി ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച് കാണുന്നത്. നോട്ട് ചെയ്യാവോ? വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വായിച്ചോ? The wavelength for which energy is the maximum decreases with increases temperature. The relation between wavelength. മതി അത്രേ ഉള്ളൂ. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഏതാ സെന്റൻസ് വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ ഒന്നുകൂടെ വായിച്ചേ, നിർത്തി വായിച്ചേ. ആദ്യം നമുക്ക് അതിന് മുമ്പ് സെന്റൻസ് വേണം. ഇൻ ദ കേസ് ഓഫ് എ ബ്ലാക്ക് ബോഡി. ഓക്കെ, ബ്ലാക്ക് ബോഡിയുടെ കേസിൽ കോമ പറ. ലക്ഷ്മി, എന്തോ? ഇൻ ദ കേസ് ഓഫ് എ ബ്ലാക്ക് ബോഡി വായിക്ക്. The wavelength for which energy is the maximum decreases. Wavelength of energy is decreases when temperature increases. ഇങ്ങനെയല്ലേ പറഞ്ഞേ? അതിന്റെ അർത്ഥം ലാംഡ കുറഞ്ഞ വേവ് ലെങ്ത് കൂടും, ഓർ ലാംഡ ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? ലാംഡ കുറഞ്ഞ ടി കൂടി, ഇത് 2 ആണെങ്കിൽ 4 ആയി, 4 ആണെങ്കിൽ ഇത് 2 ആയി. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ് 2.9 ഇൻറ്റു 10⁻³ മീറ്റർ കെൽവിൻ. ഇതാണോ നോക്കിയല്ലോ അല്ലേ? പക്ഷെ here is a very important factor is that ഒരു ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. വരച്ചിട്ടുണ്ടോ ബുക്കില്? ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ ഗ്രാഫ്. ഇതാണ് നമ്മുടെ വേവ് ലെങ്ത് എന്നിരിക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഗ്രാഫ് എന്നാന്ന് മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയോ, വേവ് ലെങ്ത് നമ്മൾ പറഞ്ഞതുപോലെ വേവ് ലെങ്തിന്റെ കൂടെ വരുന്നത് പിന്നെ ടി ആ, ടെമ്പറേച്ചർ അല്ലേ? അപ്പം എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് വേവ് ലെങ്ത്. എനർജി എമിറ്റഡ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ഏരിയ അല്ലെ യൂണിറ്റ് ലെങ്ത് ഉള്ള റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി വേവ് ലെങ്തിന് എങ്ങനെയായിരിക്കും? വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എനർജി എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞത്? അല്ലെങ്കിൽ ടെമ്പറേച്ചർ, അത് അബ്സോർവ് ചെയ്യുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുമല്ലോ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുകയോ കുറയുമോ? വേവ് ലെങ്ത് കൂടിയ ടെമ്പറേച്ചർ. ഇപ്പൊ ഇങ്ങോട്ടാണ് ടെമ്പറേച്ചർ എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് Q ആണെന്ന് ഇരിക്കട്ടെ. Q കൂടുകയോ കുറയോ? വേവ് ലെങ്ത് കൂടിയ Q കുറയും. മനസ്സിലായി? വേവ് ലെങ്ത് കൂടിയെന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് ഇങ്ങോട്ട് മാറി, ശരിയല്ലേ? ഇനി വേവ് ലെങ്ത് ഇച്ചിരിയോടെ കുറഞ്ഞാലോ? ഇത് ഇച്ചിരിയോടെ ഹീറ്റ് ഇച്ചിരിയോടെ കൂടി. ഇനി ഇത് ഇച്ചിരിയോടെ കൂടിയാലോ?
വേവ് ലെങ്ത് ഇങ്ങ് മാറി കുറഞ്ഞാലോ ഹീറ്റ് ഇച്ചിരി കൂടി. സോ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ വളഞ്ഞ കർവ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഗ്രാഫ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ആക്ച്വലി ദിസ് ഈസ് എ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കർവ് ഓർ വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോ നോക്കിയേ, ഇപ്പൊ ലാംഡ ഇൻറ്റു ടി ഒരു കോൺസ്റ്റന്റ് ആണ്. എന്നാൽ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്നായിരിക്കും? ആപ്ലിക്കേഷൻ പറയാവോ? ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഏത് ലോയാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ ഓഫ് എ സെലസ്റ്റിയൽ ബോഡി. സെലസ്റ്റിയൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു സെലസ്റ്റിയൽ ബോഡി പറഞ്ഞ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഇതെല്ലാം സെലസ്റ്റിയൽ ബോഡി അല്ലേ? നമ്മളുടെ ഭൂമിയിൽ ആകാശത്തിൽ കാണുന്ന സെലസ്റ്റിയൽ ബോഡിയുടെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാ വെച്ചാൽ നമുക്ക് ലാംഡ അറിയാമെന്ന് നോക്കുക. ഇപ്പം ഒരു റേഡിയേഷൻ ലാംഡ നമുക്ക് കിട്ടുന്നത് 4753 ആങ്സ്ട്രോമാണെന്നിരിക്കട്ടെ. ആ വേവ് ലെങ്തിലുള്ള ഒരു റേഡിയേഷനാണ് ഏതെങ്കിലും ഒരു ബോഡി, ഈ സോളാർ റേഡിയേഷനാണ് റിഫ്ലക്റ്റ് ചെയ്ത് തരുന്നതെങ്കിൽ ലാംഡ ഇൻറ്റു ടി ഈക്വൽ ടു എത്രയാണ് നമ്മൾ പറഞ്ഞേ? 2.9 ഇൻറ്റു 10⁻³ അല്ലേ? ലാംഡയുടെ വാല്യൂ കൊടുത്താലോ 4753 ഇൻറ്റു ആങ്സ്ട്രത്തിനെ മീറ്റർ ആക്കാൻ 10⁻⁻10 ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 2.9 ഇൻറ്റു 10⁻³ therefore ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് ഹരിക്കണം 2.9 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 4753 ഇൻറ്റു 10⁻10. 10⁻10 മുകളിൽ പോയി കഴിഞ്ഞാൽ 10⁻³ 10⁻7 ആകും. 2.9 ഡിവൈഡഡ് ബൈ 4753 ഇൻറ്റു 10⁻+7 that is equal to approximately 6.1 ഇൻറ്റു 10⁻⁻4 അല്ലെങ്കിൽ 6001 ഒരെണ്ണം പോയി 10 ഉണ്ട്. 6.10 273. നിങ്ങൾ ചെയ്താൽ മതി. 6100 ആണെന്ന് എനിക്ക് തോന്നുന്നു. സംതിങ് കെൽവിന് കിട്ടും. മനസ്സിലായി എന്തിനാ ഉപയോഗിക്കുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ ഓഫ് എ സെലസ്റ്റിയൽ ബോഡി. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വിട്ട് ഒരു റോക്കറ്റോ സാധനം വിട്ട് പഠിച്ചു കഴിയുമ്പം ഇപ്പം നമുക്കിപ്പോൾ ബുധനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അത് അവിടെ ചെന്ന് വെച്ചാൽ അത് ഏത് ഹീറ്റിൻ്റെ റേഡിയേഷനെ തരുന്നതെന്ന് നോക്കും. ആ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യും. വേവ് ലെങ്ത് മെഷർ ചെയ്യിച്ച് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയിലോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പം ആ സെലസ്റ്റിയൽ ബോഡിയുടെ ഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. (6.1 into 10⁻³ ആ 10⁻+3 4 ഇങ്ങോട്ട് വരും 6120 ആ ശരിയാ. വെരി മച്ച് ഓഫ് കെൽവിൻ. ആൻസർ ശരിയായിരുന്നു. 6100 കെൽവിൻ. ഗുഡ്, താങ്ക് യു.